are going to discuss the last part of our 6th module, that's the design of column. ഇപ്പോൾ കോളം എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ്സ് എ കംപ്രഷൻ മെമ്പർ, വി നോ ദാറ്റ്, ആൻഡ് ഒരു സിമിലർ കംപ്രഷൻ മെമ്പറാണ് സ്ട്രട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോളം ആൻഡ് പെഡസ്റ്റൽ. കോളം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലോഡ്സ് ക്യാരി ചെയ്യുന്ന ഒരു കംപ്രഷൻ മെമ്പറാണ്. യൂഷ്വലി സ്ലാബിൽ നിന്ന് ബീമിലോട്ട് ലോഡ് ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ ഫ്രം ബീം ദ ലോഡ് വിൽ ബി ക്യാരിഡ് ത്രൂ ദ കോളം ആൻഡ് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു ദ ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലോഡ് ട്രാൻസ്ഫർ നടക്കുന്നത്. ആൻഡ് ദാറ്റ് കംപ്രഷൻ മെമ്പർ ഇസ് കോൾഡ് കോളം. ആൻഡ് കോളം ആൻഡ് പെഡസ്റ്റൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇഫ് ദി ഇഫക്റ്റീവ് ലെങ്ത് ഇസ് ഗ്രേറ്റർ ദാൻ 3 times the lateral dimension, that's a column. And if the effective length is less than 3 times the least lateral dimension, then it's called a pedestal. Okay, അപ്പോൾ ഡയമെൻഷൻ ബേസിസിലാണ് കോളം ആൻഡ് പെഡസ്റ്റൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കുന്നത്. Then the classification of staircase. Okay, and the other related theories, ഇതിൻ്റെ മച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാം. സോ നമുക്ക് ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് ആവശ്യമുള്ളത് അറിഞ്ഞിരിക്കാനുള്ളത് മാത്രം പറഞ്ഞു പോകാം. ആൻഡ് ബേസ്ഡ് ഓൺ സ്ലെൻഡർനെസ് റേഷ്യോ. വാട്ട് സ്ലെൻഡർനെസ് റേഷ്യോ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇഫക്റ്റീവ് ലെങ്ത് ടു ദ ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, ഒരു റേഷ്യോ ആണ് സ്ലെൻഡർനെസ് റേഷ്യോ അല്ലേ. ഒരു ഇറ്റ്സ് എ നമ്പർ, ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ദ ഇഫക്റ്റീവ് ലെങ്ത് ടു ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷനാണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ദ സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് ലെസ് ദാൻ 12, ഇറ്റ് ഈസ് കോൾഡ് എ ഷോർട്ട് കോളം. ആൻഡ് ഇഫ് ദ സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് ഗ്രേറ്റർ ദാൻ 12, ഇറ്റ് ഈസ് കോൾഡ് എ ലോങ് കോളം. അപ്പോൾ അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. യൂഷ്വലി ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളതാണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ലോങ് കോളം ആൻഡ് ഷോർട്ട് കോളം. ആൻഡ് അതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ലോങ് കോളത്തിൻ്റെ മറ്റൊരു പേരാണ് ഇറ്റ്സ് അതർവൈസ് കോൾഡ് സ്ലെൻഡർ കോളം. ആൻഡ് യൂഷ്വലി ഷോർട്ട് കോളം ഫെയിൽസ് ബൈ ക്രഷിങ് ആൻഡ് ലോങ് കോളം ഫെയിൽസ് ബൈ ബക്ലിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷോർട്ട് കോളം ആൻഡ് ലോങ് കോളത്തിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. Then the classification of column based on the type of reinforcement. Reinforcement എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ബേസ് ചെയ്തിട്ട് നമുക്ക് ടൈഡ് കോളം ഉണ്ട്, സ്പൈറൽ കോളം ആൻഡ് കോമ്പോസിറ്റ് കോളം. Then coming to the case of tied column, here the main longitudinal bars are enclosed within a closely spaced lateral tie. Okay, നമ്മൾ യൂഷ്വലി സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ റെക്റ്റാങ്കുലർ ടൈസ് ലാറ്ററലി വരുവാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് എ ടൈഡ് കോളം. ആൻഡ് ഇഫ് ദ ഈ ലാറ്ററൽ ടൈക്ക് പകരം ഒരു സ്പൈറൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ, അതായത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ എ സ്പൈറൽ റീഇൻഫോഴ്സ്മെൻറ്റ് സച്ച് കോളംസ് ആർ കോൾഡ് സ്പൈറൽ കോളം. ഇനി അടുത്തതാണ് കോമ്പോസിറ്റ് കോളം. ദാറ്റ് മീൻസ് വിൽ ബി എൻക്ലോസിങ് എ സ്ട്രക്ചറൽ സ്റ്റീൽ ഇൻ ബിറ്റ്വീൻ ദോസ് കോളം. ഓക്കെ, നമുക്ക് ഫിഗറിൽ കാണാം ഒരു ഗ്രീൻ കളറിൽ ഒരു ഐ സെക്ഷൻ അവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിൻ്റെ ഉള്ളിൽ വരുന്ന കോർ പാർട്ടിൽ ഒരു ഐ സെക്ഷൻ സ്ട്രക്ചറൽ സ്റ്റീൽ കൂടി ഇൻസേർട്ടഡ് ആവുകയാണെങ്കിൽ സച്ച് കോളംസ് ആർ കോൾഡ് കോമ്പോസിറ്റ് columns. Then the classification of column based on the type of loading. Loading in a basis we have a column with axial loading. That means the load is applied concentrically without any eccentricity. Load എന്ന് പറയുന്നത് കറക്റ്റ് എക്സാക്ട് ക്രോസ് സെക്ഷൻ്റെ സെൻട്രൽ ലോഡിയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ such columns are called a column with axial bending. And the column with uniaxial eccentric loading means eccentricity is ensured in one direction, that is x directionലാണ്, ഒരു ആക്സിസിലാണ് എസെൻട്രിസിറ്റി ഉള്ളതെങ്കിൽ ഇറ്റ് ഇസ് യൂണിയാക്സിയൽ എസെൻട്രിക് ലോഡിംഗ് എന്ന് പറയും. ആൻഡ് ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സ് ആക്സിസിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് അല്ലേ. എക്സ് ആൻഡ് വൈ മീറ്റ് ചെയ്യുന്ന എന്താ പറയുക കോൺസെൻട്രിക് പോയിന്റിൽ നിന്ന് ഈ എസെൻട്രിസിറ്റി മാറിയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സച്ച് കോളംസ് ആർ കോൾഡ് കോളം വിത്ത് യൂണിയാക്സിയൽ എക്സെൻട്രിക് ലോഡിംഗ്. Then the next classification is column with biaxial eccentric loading. That means eccentricity will be in both direction. X-axis-ലും Y-axis-ലും eccentricity ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് ബൈആക്സിയൽ എസെൻട്രിക് ലോഡിംഗ്. ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ പ്ലാൻ വ്യൂവിൽ നോക്കിയേ, എക്സ് ആക്സിസിൽ നിന്ന് ഈ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടും വൈ ആക്സിസിൽ നിന്ന് ഈ വൈ എസെൻട്രിസിറ്റി എൻഷുർ ചെയ്തിട്ടാണ് ആ പോയിന്റ് പിയിൽ ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ സച്ച് കോളംസ് ആർ കോൾഡ് കോളം വിത്ത് ബൈആക്സിയൽ എസെൻട്രിക് ലോഡിംഗ്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ വെച്ചിട്ട് ഇത് പിന്നെ ഒരു ന്യൂമറിക്കൽ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഡിസൈൻ എ കോളം 4 meter long, restrained in position and direction at both ends to carry an axial load of 1600 kN. Use M20 grade concrete and Fe415 steel. So you are asked to design a column that's 4 meter long and it's restrained in position and direction at both ends. രണ്ട് എൻഡിലും എന്താണ് ഇറ്റ്സ് restrained in 4 position and direction and it carries an axial load. ലോഡ് എത്രയാണ് 1600 kN and we are using M20 grade concrete and Fe415 steel. So step 1, given details write here. That's span is 4 meter, load is 1600 kN, FCK and Fy. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ലോഡ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആക്സിയൽ ലോഡിനെ അൾട്ടിമേറ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് ലോഡ് ഇസ് ഗിവൺ ബൈ
അത് എക്സൽ ലോഡ് ഇൻറ്റു ഫാക്ടർ ഓഫ് 1.5. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ അൾട്ടിമേറ്റ് ലോഡാണ് തന്നിരിക്കുന്നതെങ്കിലുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. യൂഷ്വലി കോളത്തിൻ്റെ ഡിസൈൻ ഇതുവരെ ചെയ്തതിൽ നിന്നും, അതായത് ബീം ആണെങ്കിലും സ്ലാബ് ആണെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാം. ബട്ട് കോളം എന്ന് പറയുന്നത് എൻ്റയർലി ഒരു ഡിഫറെൻറ്റ് പ്രൊസീജിയറാണ്. സോ അത് നോക്കാം. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പം എ ജി മീൻസ് ദ ക്രോസ് സെക്ഷൻ ഏരിയ, ദാറ്റ് ഈസ് ആ കോൺക്രീറ്റ് മൊത്തം ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഏരിയയാണ് എ ജി എന്ന് പറയുന്നത്. ആ എ ജി ഇറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ആസ് വെൽ ആസ് കോൺക്രീറ്റ്, രണ്ടും ഉണ്ട് അല്ലേ. ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ രണ്ടുള്ളിൽ കോൺക്രീറ്റ് പാർട്ടും ഉണ്ട്, റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. കോൺക്രീറ്റ് പാർട്ടിൻ്റെ ഏരിയ ആണെന്ന് പറയുന്നത് എ സി എന്ന് പറയുന്നത്. അതിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് പാർട്ടിൻ്റെ ഏരിയ ആണ് എ എസ് സി എന്ന് പറയുന്നത്. സോ എ ജി ഇസ് സം ഓഫ് എ സി ആൻഡ് എ സി. ദെൻ എ എസ് സി, ദറ്റ് ഈസ് ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇസ് ഗിവൺ ബൈ ടോട്ടൽ പെർസെൻറ്റേജ്, എന്താ പറയുക, ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയയുടെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും എന്തുണ്ടാവുക, റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് പെർസെൻറ്റേജ് ഇസ് ഡിനോട്ടഡ് ബൈ പി. ഓക്കെ, സോ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയയുടെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും എന്തുണ്ടാവുക, സ്റ്റീലിൻ്റെ ഏരിയ ഉണ്ടാവുക. ഓക്കെ, സിമിലർലി കോൺക്രീറ്റിൻ്റെ ഏരിയ എങ്ങനെയാണ് ഉണ്ടാവുക, സ്റ്റീലിൻ്റെ ഏരിയ എത്രയാണോ ആ ഒരു പെർസെൻറ്റേജ് ടോട്ടൽ പെർസെൻറ്റേജിൽ നിന്ന് മൈനസ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കോൺക്രീറ്റിൻ്റെ മാത്രം ഏരിയ കിട്ടും. മനസ്സിലായോ? ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയയാണ് എ ജി എന്ന് പറയുന്നത്. എ ജിയുടെ ഇത്ര പെർസെൻറ്റേജ് ആണ് എന്ത്, സ്റ്റീൽ കൊടുക്കുക, ദാറ്റ് ഈസ് എ എസ് സി, P/100 ഇൻറ്റു എ ജി. ഇനി കോൺക്രീറ്റിന് മാത്രമാണെങ്കിൽ ടോട്ടൽ പെർസെൻറ്റേജിൽ മീൻസ് ടോട്ടലിൽ നിന്ന് സ്റ്റീൽ കുറച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് കിട്ടും. ഓക്കെ, P ഇസ് എ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. പ്രോബ്ലം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ ജി ആണ്. ചില ക്വസ്റ്റ്യൻസിൽ എ ജി ഡയറക്റ്റ് വന്നിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ പി ആയിരിക്കും കണ്ടുപിടിക്കാനുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് ഹിയർ ഇവിടെ നമുക്ക് എ ജി എന്ന് പറയുന്നത് അൺനോൺ ആണ്. ഓക്കെ, എ ജി എന്ന് പറയുന്നത് ഇവിടെ അൺനോൺ ആയിട്ട് തന്നെയാണുള്ളത്. നമുക്കറിയില്ല, കോളത്തിൻ്റെ ഡയമെൻഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ നമുക്കതാണ് ആദ്യം ഫിക്സ് ചെയ്യാനുള്ളത്, കോളത്തിൻ്റെ ഡയമെൻഷൻ. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ലോഡ് ഓഫ് കോളം ഇസ് ഗിവൺ ബൈ 0.46 FCK AC പ്ലസ് 0.67 FY ASC. അതിൽ നിന്ന് നമുക്കെന്ത് വേണം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എ ജി കണ്ടുപിടിക്കണം. അപ്പോൾ എ സിനെയും നമ്മൾ ഇൻ ടേംസ് ഓഫ് എ ജി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ സി ആയിക്കോട്ടെ എ എസ് സി ആയിക്കോട്ടെ, ബോത്ത് എ സി ആൻഡ് എ എസ് സി ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ടേംസ് ഓഫ് എ ജി. ദാറ്റ് ഈസ് എ സി ഈസ് ഈക്വൽ ടു 99/100 AG, എ എസ് സി ഈസ് ഈക്വൽ ടു എ ജി ബൈ 100. അപ്പോൾ ആ ഒരു ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ ജി ആസ് അത് കിട്ടും 1,875.76 mm സ്ക്വയർ കിട്ടും. എ എസ് സി 2018 കിട്ടും ആൻഡ് എ സി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂസ് എല്ലാം കിട്ടി. ഇനി നമുക്ക് കോളത്തിൻ്റെ ഡയമെൻഷനാണ് ഫിക്സ് ചെയ്യേണ്ടത്. നമുക്ക് എ ജി അറിയാം. എ ജി അറിയാമെന്നുണ്ടെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ അറിയാമെന്നുണ്ടെങ്കിൽ വി ആർ അസ്യൂമിങ് ഇറ്റ് ആസ് എ സ്ക്വയർ കോളം. നമുക്കറിയാം ബി ആൻഡ് ഡി ബോത്ത് സൈഡ്സ് ഓഫ് സ്ക്വയർസ് ആർ ഈക്വൽ. സോ B and D will be equal to the square root of gross sectional area, that's square root of AG, and you will get B and D as around 449.33 mm, which we can round to 500 mm. Okay, അപ്പോൾ നമ്മൾ കോളത്തിൻ്റെ സൈസ് ഫിക്സ് ചെയ്തു. ഇനി എഫക്റ്റീവ് സ്പാൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇറ്റ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ദ എൻഡ്സ് ആർ റെസ്ട്രെയിൻഡ് ഇൻ പൊസിഷൻ ആൻഡ് ബോത്ത് പൊസിഷൻ ആൻഡ് റൊട്ടേഷൻ. ഓക്കെ, ഡയറക്ഷനിലും പൊസിഷനിലും അത് റെസ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് വി ഹാവ് ടു റെഫർ IS 456/2000 ടേബിൾ 28 സപ്പോർട്ട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ദി സപ്പോർട്ട് കണ്ടീഷൻ വി ക്യാൻ കാൽക്കുലേറ്റ് ഇഫക്റ്റീവ് സ്പാൻ. ഓക്കെ, ആൻഡ് ഹിയർ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സപ്പോർട്ട് കണ്ടീഷൻ വെച്ചിട്ട് ഇഫക്റ്റീവ് സ്പാൻ ഇസ് ഗിവൺ ബൈ 0.65 L. So get the value of effective span as 2.6 meter. Next we have to check whether it's a short column or long column. Okay, ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, കോളത്തിൻ്റെ ഡയമെൻഷൻ സെറ്റ് ചെയ്തു. ഏതൊക്കെയാണ് ലെങ്ത് എത്രയാണ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡയമെൻഷൻ സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അത് ഏത് ടൈപ്പ് ഓഫ് കോളം ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഇറ്റ്സ് എ ലോങ് കോളം ഓർ ഷോർട്ട് കോളം, ആൻഡ് അതിൽ എസെൻട്രിസിറ്റി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത സ്റ്റെപ്പുകളിൽ വരുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വെദർ ഇറ്റ്സ് എ ലോങ് കോളം ഓർ ഷോർട്ട് കോളം. അതിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണ്, സ്ലെൻഡർനെസ് റേഷ്യോ ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ 12 എന്നുള്ള ഒരു ചെക്കാണ്. സോ സ്ലെൻഡർനെസ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും, L/F by D. D എന്ന് പറയുന്നത് ലാറ്ററൽ ഡയമെൻഷനാണ്, നമുക്കറിയാം. എഫക്റ്റീവ് സ്പാനൊക്കെ മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇഫ് വി ആർ ഗെറ്റിംഗ് 5.2 as a slenderness ratio which is less than 12, so it's a short column. Okay, and the reference clause എന്ന് പറയുന്നത് IS 456/2000 clause 25.1.2.
ഇനി നമുക്ക് എസെൻട്രിസിറ്റിയുടെ കൂടി ചെക്ക് ഉണ്ട്. ആൻഡ് ദ മിനിമം എസെൻട്രിസിറ്റി ഇസ് ഗിവൺ ബൈ L/500 + D/30. ദറ്റ് നമ്മൾ റെഫർ ചെയ്യുന്നത് 456 ക്ലോസ് 25.4 ഈ ഒരു കണ്ടീഷൻ വരുന്നത്. ആൻഡ് ഹിയർ വി വിൽ ഗെറ്റ് ദ എസെൻട്രിസിറ്റി ആസ് 24.67. ആൻഡ് ആ ഒരു ക്ലോസിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഈ മിനിമം ബൈ ഡീൻ്റെ വാല്യൂ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0.05. അവിടെ എത്രയാണ് കിട്ടുന്നത്? ഇവിടെ മിനിമം എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് 24.67 ആണ്. ഡി എന്ന് പറയുന്നത് 500 mm ആണ്. ദ വാല്യൂ 0.049 വിച്ച് ഇസ് ലെസ് ദാൻ 0.05. സോ ഇതെന്താണ്? എസെൻട്രിസിറ്റി അവിടെ കൺസിഡർ ചെയ്യേണ്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, ഇഫ് ദ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 0.05 ആണെങ്കിൽ നമ്മൾ അത് എസെൻട്രിക് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എസെൻട്രിക്കും അല്ല. സോ ദ കോളം ക്യാൻ ബി ഡിസൈൻഡ് ആസ് ആൻ ആക്സിയലി ലോഡഡ് ഷോർട്ട് കോളം. ആൻഡ് ദ സ്ലെൻഡർ കോളം അല്ലെങ്കിൽ എസെൻട്രിക്സിറ്റി വരുന്ന ലോഡിങ് കേസുകളൊക്കെ ഉള്ളത് നമ്മൾ ഹയർ സെമസ്റ്ററിൽ, ദാറ്റ് ഇസ് S6 DCS2 ആയിട്ട് നമ്മളത് പഠിക്കുന്നുണ്ട്. സോ ഈ ഒരു ഇതിൽ, അതായത് ഇപ്പോഴത്തെ കേസ് നമുക്ക് ആകെ ഷോർട്ട് കോളം വിത്ത് ആക്സിയൽ ലോഡിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നുള്ളൂ. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം സ്റ്റീൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വി നോ ദാറ്റ് ASC മീൻസ് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ. ASCൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു മുന്നത്തെ സ്റ്റെപ്പിൽ 2018.75 mm² എന്നുള്ള ഏരിയ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ബാർ ഡയമീറ്റർ 25 mm എന്നുള്ള അസംഷനിൽ വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് ബാർ ആ 6 നമ്പർ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള അറിയായിരിക്കും അല്ലേ. ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീലിൽ നിന്ന് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ ക്രോസ് സെക്ഷൻ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബാർസ് 6 കിട്ടും. അപ്പോൾ AC പ്രൊവൈഡഡ് കണ്ടുപിടിക്കുക. 6 × 5/4 25². 25 എന്ന് പറയുന്നത് ബാർ ഡയമീറ്റർ ആണ്. സോ നമുക്ക് അവിടെ അത് കിട്ടി. ഇനി അടുത്തത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലാറ്ററൽ ടൈ ആണ്. അപ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈൻ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ ഫൈൻഡിങ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബാറും ബാർ ഡയമീറ്ററാണ്. ഇനി ലാറ്ററൽ ടൈലോട്ട് വരുമ്പോൾ ലാറ്ററൽ ടൈൻ്റെ ഡയമീറ്റർ മീൻസ് ഡിസൈനായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ റെഫർ ചെയ്യുന്നത് IS 456/2000 ക്ലോസ് 26.5.3.2 ആണ്. അന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഹിയർ ദ ഡയമീറ്റർ ഓഫ് ദ ലാറ്ററൽ ടൈ ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 5/4 ഓർ 16 mm. ആൻഡ് ഹിയർ 5/4 എന്ന് 6.25 ആണ്. അപ്പോൾ അതിനേക്കാൾ കുറയാൻ പാടില്ല. ദറ്റ് ഈസ് 8 mm എടുക്കാം. അതുപോലെ ലാറ്ററൽ ടൈൻ എന്ന് പറയുന്നത് 16.5 least lateral dimension and 300 mm. ഇതിൽ മിനിമം എടുക്കും. that is 300 mm. So you can adopt 6 mm bars as lateral tie and is provided at a spacing of 300 mm. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ് ചെയ്യണം. നമുക്കറിയാം മെയിൻ ബാർ എന്ന് പറയുന്നത് 6 നമ്പർ ഉണ്ട്. 25 mm ബാർസാണ് യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ലാറ്ററൽ ടൈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് 8 mm ബാർസ് അറ്റ് 300 mm സ്പേസിങ്. ഓക്കെ, അതത്രയാണ് ഡീറ്റെയിലിങ്ങിൽ വരുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. Design a reinforcement for short axially loaded square column of 400 mm by 400 mm to support a load of 1000 kN. Use M20 grade concrete and Fe415 steel. ഓക്കെ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു ഷോർട്ട് ആക്സിയലി ലോഡഡ് കോളം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോളത്തിൻ്റെ ഡയമെൻഷൻ ഇസ് ഗിവൺ ആസ് 400 mm by 400 mm to support a load of 100 kN. 1000 kN ലോഡ് വന്നിട്ടുണ്ട്. M20 ആണ്, Fe415. ഓൾ ദിസ് ഡീറ്റെയിൽസ് ആർ ഗിവൺ. ആൻഡ് നമുക്ക് ഗിവൺ ഡീറ്റെയിൽസ് എഴുതാം. അപ്പോൾ തന്നെ നമുക്കറിയാം ഏജ് തന്നിട്ടുണ്ട് ഇവിടെ ഡയറക്റ്റ് അല്ലേ. സോ അൾട്ടിമേറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. P 1500 ആണ്. ഏജ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി P ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഏജ് തന്നിട്ടുണ്ടെങ്കിൽ P കണ്ടുപിടിക്കാം. ഇനി ഏജ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ AG ആണ് കണ്ടുപിടിക്കേണ്ടത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇഫ് AG ഈസ് നോട്ട് ഗിവൺ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് AG ബൈ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ടിങ് AG in that equation. Okay, AC name, ASC name we have to convert in terms of AG and substitute, then you can find out AG if AG is not given. But in the other case, if AG is given, then you have to find out P. For that, you will be substituting ASA and AC in terms of P. So that equation is mentioned here. സോ P1ൻ്റെ ഇക്വേഷനിൽ കൊണ്ടുപോയി ASCക്കും ASCക്കും എന്ത് ചെയ്യുക? Pൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് P വാല്യൂ ആണ് കിട്ടുന്നത്. P ഈസ് ഒബ്റ്റൈൻഡ് at 0.065%. നമുക്കിവിടെ കാണാം. സോൾവ് ചെയ്തിട്ട് 0.065 എന്ന് കിട്ടിയിട്ടുണ്ട്. ബട്ട് by IS 456/2000 clause 26.5.31 the percentage of the tension steel in column it should be in between 0.8% and 6%. മിനിമം 0.8% എങ്കിലും നമ്മൾ ടെൻസൈൽ കംപ്രഷൻ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. മാക്സിമം 8%. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂസ് ലെസ് ദാൻ 0.8. സോ വി ഹാവ് ടു എൻഷുർ എ മിനിമം പെർസെൻറ്റേജ് ഓഫ് കംപ്രഷൻ സ്റ്റീൽ ആസ് എ 0.6%.
അപ്പോൾ എന്ത് ചെയ്യുക, റീഡിസൈൻ ചെയ്യേണ്ടി വരും. റീഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ അസ്യൂമിങ് ദാറ്റ് പി എസ് ഇസ് 0.8, നമ്മൾ എന്ത് ചെയ്യുക, പി എസ് സിക്ക് 0.8 ഇട്ട് കൊടുത്തിട്ട് ക്രോസ് സെക്ഷൻ മാറ്റണം. ദാറ്റ് ഇസ് പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആസ് 0.8, ദെൻ യു ഫൈൻഡ് ഔട്ട് എ ജി. എ സിനെയും എഗെയിൻ എ ജിൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എ ജി കണ്ടുപിടിക്കാം. പുതിയ എ ജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ കോളം ഒന്ന് അസ്യൂം ചെയ്തിട്ട് സ്ക്വയറിൻ്റെ സൈസ് കണ്ടുപിടിക്കാമല്ലോ. ബി ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു എ ജി. സോ ബി ഈക്വൽ ടു ഡി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ജി. സോ യു വിൽ ഗെറ്റ് ദ ഡയമെൻഷൻസ് ഓഫ് 363 mm. ഇനി എന്ത് ചെയ്യാം, ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് എ എസ് സി, പുതിയ എ എസ് സി കണ്ടുപിടിക്കണം അല്ലേ. ഇൻ ടേംസ് ഓഫ് ന്യൂ എ ജി യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ന്യൂ എ എസ് സി. ദെൻ അസ്യൂമിങ് എ ബാർ diameter of 20 mm, find out the number of bar. Here it is 4. Then find out ASC provided. Okay, minimum number of bars to be provided in a rectangular column is 4, and minimum number of reinforcement to be provided in a circular column is 6. Okay, please note that two values 4 and 6. So AC provided കണ്ടുപിടിച്ചു. അടുത്തത് lateral tiny design ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡയമീറ്റർ 5/4 and 16 mm മിനിമത്തിനേക്കാൾ കൂടുതലായിരിക്കും. ദാറ്റ് ഇസ് 5-നേക്കാൾ കൂടുതൽ 6 ആണ്. സ്പേസിംഗ് എന്ന് പറയുന്നത് മിനിമം ഓഫ് 16 times the bar diameter, lateral dimension and 300 mm. So you can write provide 6 mm bars with 300 mm spacing. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇത് വെച്ചിട്ട് ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് മെയിൻ ബാർ എന്ന് പറയുന്നത് 4 number of 20 mm bars ആണ്. ഇറ്റ്സ് ഷോൺ ഇൻ ബ്ലൂ കളർ ആൻഡ് ദ വൺ ഇൻ യെല്ലോ കളർ ഇസ് lateral type. ദാറ്റ് ഇസ് 6 mm bars with 300 mm spacing. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, സർക്കുലർ കോളത്തിൻ്റെ ഡിസൈൻ. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ചെയ്ത സ്ക്വയർ കോളംസ് ആയിരുന്നു. ഇനി നമുക്കൊരു സർക്കുലർ കോളം ആകുമ്പോൾ ലാറ്ററൽ ടൈക്ക് പകരം ഹെലിക്കൽ സ്പ്രിങ്സ് മീൻസ് ഹെലിക്കൽ അല്ലെങ്കിൽ സ്പൈറൽ റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും വരും. സോ അവിടെ ആ ഒരു ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ട്. ഹിയർ യു ക്യാൻ സീ ഇൻ ദ ക്വസ്റ്റ്യൻ, design a circular column of diameter 400 mm with helical reinforcement and is subjected to a working load of 1200 kN. Use M20 grade concrete and Fe415 steel. The column has an unsupported length of 3 meter and if it is effectively held in position at both ends but not restrained against rotation. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് സർക്കുലർ കോളാണ്. കോളത്തിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 400 mm. പിന്നെ വർക്കിംഗ് ലോഡ് തന്നിട്ടുണ്ട് പി, ദാറ്റ്സ് 1200 kN. M20 ആണ്, Fe415 ആണ്. ഇനി കോളത്തിൻ്റെ അൺസപ്പോർട്ടഡ് ലെങ്ത് തന്നിട്ടാണ് 3 meter ആണ്. അതുപോലെ എൻ സപ്പോർട്ട് കണ്ടീഷൻസ് ഗിവൺ ആസ് ഇറ്റ്സ് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ബട്ട് നോട്ട് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇറ്റ്സ് ഗിവൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഗിവൺ ഡീറ്റെയിൽസിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പ് അൾട്ടിമേറ്റ് ലോഡ് കണ്ടുപിടിക്കുക. ഓക്കെ, വർക്കിംഗ് ലോഡാണ് തന്നിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക, വർക്കിംഗ് ലോഡാണോ അൾട്ടിമേറ്റ് ലോഡാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ അൾട്ടിമേറ്റ് ലോഡാക്കി ഫാക്ടർ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ എന്താണ്, ഏജ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഏജ് തന്നിട്ടുണ്ട്. സോ യു ഫൈൻഡ് ഔട്ട് പി ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് തിങ്സ്. ബട്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, സർക്കുലർ കോളത്തിൽ അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ കോളത്തിൻ്റെ സെയിം ഇക്വേഷൻ ഇൻറ്റു എ ഫാക്ടർ ഓഫ് 1.05 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, 1.05 എന്നൊരു ടേം കൊണ്ട് നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂസ് എല്ലാം. ദെൻ യു ഫൈൻഡ് ഔട്ട് പി. Okay, PSC you get the value as 0.8035 and the value should be in between 0.8 and 6%. Okay, here safe ആണ് 0.8035 ആണ് കിട്ടിയിരിക്കുന്നത്. അത് 0.8-നേക്കാളും വലുതായതുകൊണ്ട് നമ്മുടെ റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുക. അടുത്ത സ്റ്റെപ്പ് അൺസപ്പോർട്ടഡ് ലെങ്ത് ഇൻ ദാറ്റ് ഫാക്ടർ. ആൻഡ് ഹിയർ ഈ ഒരു എൻ കണ്ടീഷൻ വെച്ചിട്ട് വൈൽ വി ആർ റെഫറിംഗ് ടു ടേബിൾ 28 ഓഫ് IS 456/2000 ഫാക്ടർ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഇസ് 3 meter. അത് കഴിഞ്ഞ് സ്ലണ്ടർനെസ് റേഷ്യോൻ്റെ ചെക്ക് ഉണ്ട്. ഇവിടെ തന്നിട്ടില്ല ആക്സിയൽ സ്ലണ്ടർ കോളാണോ ഷോർട്ട് കോളാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക. സ്ലണ്ടർനെസ് റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ദ വാല്യൂ ഈസ് 7.5, ഇറ്റ് ഇസ് ലെസ് ദാൻ 12, സോ ഇറ്റ്സ് എ ഷോർട്ട് കോളം. അതുപോലെ തന്നെ എസെൻട്രിസിറ്റിക്ക് ചെക്ക് ചെയ്യുക. IS 456 ക്ലോസ് 25.4 മിനിമം എസെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്. അതിന് ഈ മിനിമം ബൈ ഡി കണ്ടുപിടിച്ച് ലെസ് ദാൻ 0.05 ആണെന്ന് നോക്കും. അപ്പോൾ നമുക്കിവിടെ ആക്സിയലി ലോഡഡ് കോളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു തന്നെ, ഷോർട്ട് കോളാണ്, ആക്സിയലി ലോഡഡ് കോളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, AC കണ്ടുപിടിക്കുക. ദെൻ പാർ ഡയമീറ്റർ കിട്ടി. അത് കഴിഞ്ഞ് അതിൽ നിന്ന് നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിച്ചു. സർക്കുലർ ആകുമ്പോൾ മിനിമം 6 number ഓഫ് ബാർസ് എങ്കിലും വേണം. AC പ്രൊവൈഡഡ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്ന ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിസൈനാണ്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് മെയിൻ ബാർ ഡയമീറ്റർ ബൈ 4 and 5 mm
ഇൻ ബിറ്റ്വീൻ അതിനെക്കാട്ടി വലിയൊരു വാല്യൂ ദാറ്റ്സ് 8 mm. ഇതാ നമുക്കിവിടെ സ്പേസിങ് കണ്ടുപിടിക്കണം. സ്പേസിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഗോ ഫോർ റഫ് IS 456/2000 ക്ലോസ് 39.4.1 നമുക്ക് ഇക്വേഷൻ തന്നിട്ട് ദാറ്റ് ഇസ് വോളിയം ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ടു ദ വോളിയം ഓഫ് കോർ. Okay, the ratio of volume of helical reinforcement to the volume of core VUS by VC should be greater than 0.36 into AG by AC minus 1 into FCK by FI. ഈ ഒരു ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. അതിൽ VUS എന്ന് പറയുന്നത് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വോളിയാണ്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വോളിയം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഏരിയ ഓഫ് സ്പൈറൽ ഇൻറ്റു ലെങ്ത് ഓഫ് വൺ സ്പൈറൽ ചെയ്താൽ നമുക്ക് വോളിയം ഓഫ് ഒരു ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ വോളിയം കിട്ടും. ഇനി അടുത്തത് VC മീൻസ് ഇസ് എ വോളിയം ഓഫ് കോർ. ഇപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് വൺ സ്പൈറലിൻ്റെ വോളിയം കിട്ടി. ഇപ്പോൾ അതിൻ്റെ വോളിയം കിട്ടാൻ വേണ്ടി ലെങ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ലെങ്ത്ത് ഇങ്ങനെ പൈ ഇൻറ്റു ഡി ചെയ്യുക. ഡി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയമീറ്റർ ഓഫ് ദ കോർ അപ് ടു ഹെലിക്സ് വരെയുള്ള കോറിൻ്റെ ഡയമീറ്ററാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഹെലിക്സിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ എത്രയാണോ അതിൽ നിന്ന് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു പാർട്ടിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പാസ് ചെയ്തു പോലെ ആ റീഇൻഫോഴ്സ്മെൻറ്റ് ഡയമീറ്റർ മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ദാറ്റ് ഇസ് D - 2 ഇൻറ്റു cover minus that reinforcement diam. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡി കിട്ടും. ദെൻ VUS എങ്ങനെ കണ്ടുപിടിക്കാം? ലെങ്ത് ഇൻറ്റു ഏരിയ അല്ലേ, π/4 ഇൻറ്റു h² ഇൻറ്റു ദാറ്റ് ലെങ്ത് 292 π. ദെൻ VC മീൻസ് ദ വോളിയം ഓഫ് ദ കോർ പെർ പിച്ച്. അങ്ങനെ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് കോർ ഇൻറ്റു പിച്ച് ഹൈറ്റ്. ഏരിയ ഓഫ് കോർ എന്ന് പറയുന്നത് π/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ കോർ മൈനസ് ആ സ്റ്റീൽ മൈനസ് ചെയ്ത് കളയാം. സോ യു വിൽ ഗെറ്റ് ദ ഏരിയ ഓഫ് കോർ. പിന്നെ പിച്ച് ഹൈറ്റ് ആണ് നമുക്ക് അറിയില്ലാത്തത്. പിച്ച് ഹൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് സ്പേസിങ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിച്ച് ഹൈറ്റ് സ്പേസിങ് കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് 37.97 mm. ചെക്ക് ഫോർ മിനിമം ആൻഡ് മാക്സിമം പിച്ചിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്. ആൻഡ് ഹിയർ നമുക്ക് കിട്ടിയിരിക്കുന്ന പിച്ച് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 37. ഇനി മിനിമം പിച്ച് എന്ന് പറയുന്നത് 25 mm കൊണ്ട് 3 times ദ ഡയമീറ്റർ ഓഫ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ 24-നേക്കാട്ടും 25-നേക്കാളും വലുതായിരിക്കണം. അതേസമയം 37-നേക്കാട്ടും വലുതായിരിക്കണം. ഇനി മാക്സിമം എത്രയാണ്? 75 mm കോർ ഡയമീറ്റർ ബൈ 6. അതായത് 50-നേക്കാൾ ചെറുതായിരിക്കണം, 37-നേക്കാളും വലുതായിരിക്കണം. അപ്പോൾ എത്ര കിട്ടും? 40 അല്ലേ. ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു വാല്യൂ 40 ആണ്. സോ അഡപ്റ്റ് എ പിച്ച് ഓഫ് 40 mm. സോ യു ക്യാൻ റൈറ്റ് പ്രൊവൈഡ് 8 mm ബാർസ് അറ്റ് എ പിച്ച് ഓഫ് 40 mm. ഇനി അതിനെ ഫിഗറായിട്ട് വരയ്ക്കുക. സ്പൈറൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഡീറ്റെയിലിംഗ് ഇങ്ങനെയായിരിക്കും വരിക. മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് 9x12. ദാറ്റ് മീൻസ് 9 number of 12 mm ബാർസ്. പിന്നെ ഗ്രീൻ കളറിൽ കാണുന്നതാണ് നമ്മുടെ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് 8 mm ബാർസ് അറ്റ് 40 mm സ്പേസിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോളത്തിൻ്റെ ഡിസൈൻ. താങ്ക് യു.